തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ചില കൂട്ടുകാരെങ്കിലും അതിൻ്റെ തുടർ അനുഭവങ്ങളെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും ഇനിയും തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് അറിയാത്ത പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ലിനു ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ ഫോം നല്ല ഭംഗിയിൽ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ വാർഡിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നോമിനേഷൻ ഫോമുകളെല്ലാം സമർപ്പിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോയത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്കാണ്. അവിടെയുള്ള ഓഫീസേഴ്സിൻ്റെ മുൻപിൽ വാർഡിൽ നിന്ന് വരുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് നിർത്തി നമ്മുടെ ഓരോ വാർഡിലും എത്ര നോമിനേഷനുകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും നമ്മുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഭാഗമായിരുന്നു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലുണ്ടായിരുന്നത്. അപ്പോൾ വളരെ നേരത്തെ തന്നെ രാവിലെ തന്നെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉള്ളിൽ ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായിരിക്കും ആ ഓഫീസർ എന്തായിരിക്കും എന്നോട് ചോദിക്കാൻ പോവുക, അതും അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ പരിചയക്കുറവുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ചുറ്റും ഒരുപാട് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു ധൈര്യവും അവരൊക്കെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു സ്നേഹവും കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓഫീസറുടെ അടുത്തേക്ക് കടന്നു ചെന്നു. അപ്പോൾ ഒരേ വാർഡിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നത്. അതായത് BJPയിൽ നിന്നുള്ള ആളും LDFിൻ്റെ ആളും അതുപോലെ തന്നെ UDFിൽ നിന്നുള്ള ആളുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്വതന്ത്രനായിട്ട് ഒരാൾ കൂടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോമിനേഷൻ ഫോമുകളെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ പേരുകളൊക്കെ വിളിച്ചു. അതിനുശേഷം നമ്മുടെ പേരുകളും ഒപ്പുമിട്ട് ഒരു കടലാസിൽ നമ്മുടെ ആ ഒരു മിനിറ്റ് ബുക്കിലെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മീറ്റിങ്ങിനോടനുബന്ധമായിട്ട് നമ്മുടെ പേരുകളും ഒപ്പും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വളരെ കൂളായി വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് പുറത്തേക്ക് വന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലെ തന്നെ ഓഫീസർ വന്നിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു. അതിനും എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളും ഒരുമിച്ചിരുന്നിട്ടായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചില മര്യാദകൾ, ചില നിബന്ധനകളൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ വോട്ട് ചോദിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിക്കൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ അല്ലെങ്കിൽ അവരുടെ കുറവുകളെ ഒന്നും എടുത്ത് വോട്ടർമാരുടെ അടുത്ത് പോയി പറഞ്ഞ് നമ്മൾ അത്തരത്തിലുള്ള വോട്ടുകൾ വാങ്ങിക്കുന്ന രീതികൾ നമ്മുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മര്യാദയ്ക്ക് ചേർന്ന ഒരു പരിപാടിയല്ല എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലക്സുകളൊക്കെ പൊതുസ്ഥലങ്ങളിലേക്ക് കയറ്റി വെക്കുന്നത്, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലേക്കൊക്കെ കയറ്റി വെക്കാൻ പറ്റും, പക്ഷേ പൊതു ഇടങ്ങളിലേക്ക് ഇറക്കി വെക്കുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പിഴ ചുമത്താവുന്ന ഒരു കുറ്റകരമായിട്ടുള്ളൊരു കൃത്യം തന്നെയാണ് എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ അതൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ വീടുകളിലേക്കും ആദ്യമായി കടന്നു ചെല്ലുമ്പോൾ 18 വയസ്സായ ഒരു വ്യക്തി മുതൽ, ഒരു കുട്ടി മുതൽ അതുപോലെ ഒരു 60-65 വയസ്സായ ഒരാൾ വരെ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കെട്ടിവെച്ച തുക എത്രയാണ്? പലരുടെയും മുഖത്ത് എന്നോടൊരു അനുകമ്പയും സ്നേഹവും തോന്നിയ ഒരു ചോദ്യമായിരുന്നു അത്. മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ ഞാൻ ഭർത്താവും 2 മക്കളും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണ് എനിക്കുള്ളത്. കാശ് കെട്ടിവെച്ചില്ലേ? ആ കെട്ടിവെച്ചു. എത്ര രൂപയാണ് മോളെ കെട്ടിവെച്ചത്? അപ്പോൾ എനിക്ക് തന്നെ സംശയമായി, ഇത്രയും കാലങ്ങളായിട്ടും ഇവർക്കിത് അറിയില്ലേ എത്ര രൂപയാണ് കെട്ടിവെച്ചതെന്നറിയാനുള്ള അവരുടെ വിഷമം. നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവുമോ എന്നുള്ള അവരുടെ അമിതമായിട്ടുള്ളൊരു സ്നേഹവും ആവേശമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒരു ഇലക്ഷന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അവരുടെ അടുത്ത് പറയണമെന്ന്. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് 60 വയസ്സുള്ള ആൾക്ക് മാത്രമല്ല, അതിനവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 18 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പോലും കൃത്യമായിട്ട് കെട്ടിവെച്ച തുക എത്രയാണ് എന്നറിയില്ല. ഒരുപാട് പൈസ പോവുമോ ചേച്ചിയെ? എത്ര രൂപയാണ് കെട്ടിവെച്ച കാശായിട്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നത്? അത് തിരിച്ചു കിട്ടുമോ? അങ്ങനെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എനിക്ക് നേരിടേണ്ടി വന്നത്. ഈ പഞ്ചായത്തിലെ നോമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് അടച്ച് അതിൻ്റെ റെസീറ്റ് കൂടി നമ്മൾ അതിൽ സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മളതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കെട്ടിവെച്ച തുക 2000 രൂപയാണ്. അത് ഗ്രാമപഞ്ചായത്തിലുള്ള പൈസയാണ് ഞാൻ പറയുന്നത്. ഗ്രാമപഞ്ചായത്തിന് വേണ്ട തുകയാണ് 2000. അത് SC/ST വിഭാഗക്കാർക്ക് അതിനും കുറവായിരിക്കും. മുനിസിപ്പാലിറ്റിയിൽ മറ്റൊരു സംഖ്യയായിരിക്കും. ഇപ്പോൾ എനിക്ക് അടയ്ക്കേണ്ടി വന്നിട്ടുള്ള 2000 രൂപയെക്കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ.
അതിനെക്കുറിച്ച് മാത്രം കൃത്യമായിട്ട് എനിക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ കെട്ടിവെച്ച തുക 2000 രൂപയാണ്. ഈ 2000 രൂപയിലേക്ക് നമ്മൾ കടന്ന് കെട്ടിവെക്കുമ്പോൾ നമ്മൾ ആ വോട്ടുകൾ അനുസരിച്ച് നമുക്കത് തിരികെ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് 1% ഒരു ഓഹരി എന്ന് കരുതിയാൽ പോലും നമുക്ക് 2000 രൂപ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മുടെ ആളുകളുടെ കയ്യിൽ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ എല്ലാവർക്കും മത്സരിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും എല്ലാവർക്കും മത്സരിക്കാം. രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, ഒരു വാർഡിൽ ഞാൻ ജീവിച്ചു 5 വർഷം, ഞാനൊരു മെമ്പറെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചു. ആ വിശ്വസ്തത ഒട്ടും പൂർത്തീകരിക്കാൻ കഴിയാതെ, വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാതെ, ആവശ്യങ്ങളും പരിഗണിക്കാൻ കഴിയാതെ ഒരു മെമ്പർ 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും. അതും നിങ്ങളുടെ ഒരു പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പങ്കുവെക്കണമെന്ന ആശയത്തിൻ്റെ പുറത്തോ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിന് ഇതേ പറഞ്ഞ രീതിയിൽ തന്നെ 2000 രൂപയായിരിക്കാം പഞ്ചായത്തിൽ നമ്മൾ കെട്ടിവെക്കേണ്ട തുക. ഈ 2000 രൂപ പഞ്ചായത്തിൽ കെട്ടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോമിനേഷൻ ഫോമുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള ആശയം എന്തു തന്നെ ആയിക്കോട്ടെ, വാർഡിൻ്റെ വികസനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ നാടിൻ്റെ വികസനത്തിനോ നിങ്ങൾക്ക് അനുഭവിച്ച ഏതെങ്കിലും തരത്തിലുള്ള മോശകരമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ പേരിലോ ഒഴിവാക്കലുകളുടെ പേരിലോ നിങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള മെമ്പറിൻ്റെ അടുത്തോ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത്. അതിന് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രം മതി. അതോടുകൂടി നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാവാൻ പറ്റും. വോട്ട് ചെയ്യുക എന്നതുപോലെ തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയാവാനും കഴിയും. അപ്പോൾ അതിനുവേണ്ടി കെട്ടിവെച്ച തുകയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് വലിയ ആശങ്കയൊന്നും വേണ്ട. 2000 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പൊതുജനത്തിനോടും വോട്ടർമാരോടും ഒക്കെ പറയാനുള്ള ധൈര്യവും ആത്മാർത്ഥതയും കഴിവും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുകളും നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് യാത്രയിൽ ഞാൻ കണ്ടെത്തിയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി എത്ര രൂപയാണ് ഒരു സ്ഥാനാർത്ഥി ചെലവാക്കുന്നത്, എത്ര വോട്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ആളുകളുടെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.